നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം തുടരാമെന്ന ഉത്തരവിൽ സർക്കാരിന് തൽക്കാലത്തേക്ക് ആശ്വാസം. സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്തതോടെ പ്രവർത്തനം പുനരാരംഭിച്ച് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ. മുനമ്പം നിവാസികളെ വഖഫ് ഭൂമി കേസിൽ കക്ഷിയേർത്ത് ട്രിബ്യൂണൽ. വഖഫ് നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് നൽകിയ ഹർജി സുപ്രീം കോടതി ഉടൻ പരിഗണിക്കും. ലഹരിക്കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ നടൻ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കും. കേസിന് ആധാരം സിനിമാ താരങ്ങൾക്ക് ഹൈബ്രിഡ് കഞ്ചാവ് നൽകിയെന്ന തസ്ലിമ സുൽത്താനയുടെ വെളിപ്പെടുത്തൽ. നടിയെ ആക്രമിച്ച കേസ് CBIക്ക് വിടില്ല. കേസിൽ വിധി വരാനിരിക്കെ നടൻ ദിലീപിന്റെ ആവശ്യം തള്ളി ഹൈക്കോടതി. വീട്ടിലെ പ്രസവത്തിനിടെ രക്തം വാർന്ന് മതപ്രഭാഷകന്റെ ഭാര്യ മരിച്ചതിൽ ദുരൂഹത തുടരുന്നു. ചികിത്സ നൽകിയില്ലെന്ന് ആവർത്തിച്ച് യുവതിയുടെ കുടുംബം. മലപ്പുറത്തെ അയൽക്കാർക്കും മരിച്ച അസ്മയെയും സിറാജുദ്ദീനെയും കുറിച്ച് കൂടുതൽ അറിവില്ല. അസ്മയുടെ പോസ്റ്റ്മോർട്ടം തുടരുന്നു. യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന പാലക്കാട് മുണ്ടൂരിൽ പ്രതിഷേധം ശക്തം. വനം വകുപ്പിന് ഗൗരവമില്ലെന്ന് കുറ്റപ്പെടുത്തി CPM. വീഴ്ചയുണ്ടെങ്കിൽ നടപടിയുമുണ്ടെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. മരിച്ച അലന്റെ സംസ്കാരം നാളെ. പരിക്കേറ്റ അമ്മയുടെ നില ഗുരുതരമായി തുടരുന്നു. കൊല്ലം കോട്ടുക്കൽ അമ്പലത്തിലെ ഉത്സവത്തിൽ RSS ഗണഗീതം പാടിയത് അന്വേഷിച്ച് പോലീസും ദേവസ്വം ബോർഡും. പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് ക്ഷേത്രോപദേശക സമിതി. പാടിയത് ദേശഭക്തി ഗാനമെന്ന് വിശദീകരണം. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ ശുചിമുറി ഇല്ലാത്തതിന് മന്ത്രിയെ തടഞ്ഞ് യാത്രക്കാരും BJP പ്രവർത്തകരും. പ്രതിഷേധമുണ്ടായത് ശീതീകരിച്ച വെയിറ്റിംഗ് റൂം ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി എത്തിയപ്പോൾ. പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പ് നൽകി മന്ത്രി ഗണേഷ് കുമാർ. ട്രംപിന്റെ ആഗോള തീരുവ നീക്കങ്ങളെ തുടർന്ന് ലോകമാകെ ഓഹരി വിപണികളിൽ വൻ തകർച്ച. സെൻസെക്സ് 3000 പോയിന്റും നിഫ്റ്റി 1000 പോയിന്റും ഇടിഞ്ഞു. രൂപയുടെ മൂല്യത്തിലും കുറവ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വ്യവസായിയും നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ ED വീണ്ടും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിനായി ഗോകുലം ഗോപാലൻ കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി. കഴിഞ്ഞ ദിവസം ഓഫീസിലും വീട്ടിലും നടന്ന പരിശോധനയ്ക്ക് ശേഷമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഡാനി, പിടിച്ച പണത്തിന്റെ കണക്ക് പുറത്തുവിട്ടിരുന്നു. വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ച വിവരം ED പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ നടപടി എന്തൊക്കെയാണ്? രഞ്ജിത്ത, ഈ റെയ്ഡിന് പിന്നാലെ തന്നെ ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ രേഖകളുടെയും മറ്റ് വസ്തുതകളുടെയും പരിശോധനകൾക്ക് ശേഷം ഗോകുലം ഗോപാലനോട് ഹാജരാകണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. അതിനനുസരിച്ച് നോട്ടീസ് നൽകിയാണ് ഇപ്പോൾ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. കൊച്ചിയിലെ ED ഓഫീസിൽ അല്പസമയം മുൻപാണ് ഗോകുലം ഗോപാലൻ ഹാജരായിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഗോകുലം ഗോപാലൻ്റെ ഓഫീസുകളിലും അതോടൊപ്പം തന്നെ വീടുകളിലും പരിശോധന നടത്തുകയും ചെന്നൈയിലേക്ക് ഗോകുലം ഗോപാലിനെ വിളിച്ചു വരുത്തുകയും ചെയ്തത്. അവിടെ ഏതാണ്ട് 13 മണിക്കൂറോളം നീണ്ട പരിശോധനയായിരുന്നു. അവിടെ വെച്ച് ഒരു
ആദ്യഘട്ടം എന്ന രീതിയിലുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇവിടെ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരു പരിശോധനയിലേക്ക് കടന്നത്. ഈ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 1.5 കോടിയിലധികം രൂപ കണക്കിൽപ്പെടാത്ത രീതിയിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ഗോകുലം ഗ്രൂപ്പുകളിലേക്ക് ഗോകുലത്തിൻ്റെ ചിട്ടി ഫണ്ട് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇവിടേക്ക് വലിയ രീതിയിലുള്ള വിദേശത്ത് നിന്ന് വലിയ രീതിയിലേക്ക് തുക വന്നെത്തിയതായിരുന്നു. ഇത് വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ED കടന്നു പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിലെല്ലാം തന്നെ വിശദീകരണം ആവശ്യമുണ്ട്. പ്രധാനമായും തന്നെയും ഈ കാര്യത്തിൽ ED സംശയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെ വന്നിരിക്കുന്ന പണം ഏതെങ്കിലും രീതിയിലുള്ള സിനിമാ നിർമ്മാണം അടക്കമുള്ള മേഖലകളിലേക്ക് ഗോകുലം ഗ്രൂപ്പ് മാറ്റിയിട്ടുണ്ടോ എന്നതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ED പറയുന്നത് പ്രധാനമായും തന്നെ ഈ ഒരു എമ്പുരാൻ എഫക്റ്റ് എന്ന രീതിയിൽ വിശേഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടോ എന്ന ചോദ്യത്തിന് EDയുടെ ഒരു ഉത്തരം, ഇത് 2022 മുതൽ ഗോകുലം ഗ്രൂപ്പിൻ്റെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ ചില സംശയം ഉയരുകയും അത് സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോഴത്തെ നടപടി എന്നാണ് ED നൽകുന്ന വിശദീകരണം. എന്തായാലും ഇക്കാര്യത്തിൽ ED അന്വേഷണവുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. ഗോകുലം ഗ്രൂപ്പിൻ്റെ ഓഫീസുകൾ നടത്തിയ പരിശോധന, അവിടുന്ന് പിടിച്ചെടുത്ത രേഖകൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് വീണ്ടും 2ാം വട്ടവും ചോദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയാണ് കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഉച്ചയോടുകൂടി ഓഫീസിലെത്തുകയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീണ്ടുപോവുകയും തീർച്ചയായും അതാണ്. ഏതായാലും ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യാനായി ED വിളിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. മുനമ്പം ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി. സർക്കാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ഇതിനിടെ വഖഫ് ഭൂമി കേസിൽ കക്ഷി ചേർക്കണമെന്ന മുനമ്പം നിവാസികളുടെ ആവശ്യം കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ അംഗീകരിച്ചു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് CN രാമചന്ദ്രൻ കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. കമ്മീഷന് പൊതു താൽപര്യം ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ഇതിനെ ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് ജിതിൻ ജാംദാർ, S മനു എന്നിവരുടെ ഉത്തരവ്. കമ്മീഷന് നടപടികളുമായി മുന്നോട്ടു പോകാം. എന്നാൽ കമ്മീഷൻ നൽകുന്ന ശുപാർശകൾ സർക്കാരിന് ഇപ്പോൾ നടപ്പാക്കാൻ കഴിയില്ല. അന്തിമ ഉത്തരവിന് വിധേയമായിട്ടായിരിക്കും ശുപാർശകൾ നടപ്പാക്കേണ്ടതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. അപ്പീലിൽ വേനൽ അവധിക്ക് ശേഷം വാദം നടക്കും. ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ആശ്വാസമാണ്. കോടതി ഉത്തരവ് വന്ന സാഹചര്യത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. കമ്മീഷൻ ഉടനടി പ്രവർത്തനം പുനരാരംഭിക്കും. മെയ് 30 മുമ്പ് റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായകരമായ ഉത്തരവാണിത് എന്നായിരുന്നു മന്ത്രി P രാജീവിന്റെ പ്രതികരണം. മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനം തുടരാം എന്നുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സഹായകരമാണ്. ഹൈക്കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്ത മുനമ്പം സമരസമിതി സർക്കാരിനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കേണ്ടതില്ല എന്ന നിലപാടിലാണ്. വളരെ സന്തോഷം. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങളുടെ റവന്യൂ അവകാശം തിരിച്ചു പിടിക്കാനായിട്ട് സർക്കാർ നടത്തുന്ന ഈ പോരാട്ടത്തിൽ സർക്കാർ വിജയിച്ചിരിക്കുകയാണ്. ഞങ്ങളും ഇതിലൂടെ ഞങ്ങളുടെ റവന്യൂ അവകാശം സർക്കാർ പുനഃസ്ഥാപിച്ചു തരും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനിടെ വഖഫ് ഭൂമി കേസിൽ മുനമ്പം നിവാസികളെ കക്ഷി ചേർക്കാൻ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ അനുമതി നൽകി. വഖഫ് ബോർഡിനെതിരെ കോഴിക്കോട് ഫാറൂഖ് കോളേജ് നൽകിയ അപ്പീലിൽ കക്ഷി ചേർക്കണമെന്നായിരുന്നു മുനമ്പം നിവാസികളുടെ ആവശ്യം. വഖഫ് സംരക്ഷണ സമിതിക്കേറ്റ തിരിച്ചടിയാണ് ട്രൈബ്യൂണൽ ഉത്തരവെന്ന് സമരസമിതി പ്രതികരിച്ചു. വഖഫ് സംരക്ഷണ സമിതിക്കുള്ള തിരിച്ചടിയാണ് ഇന്നത്തെ ഈ ദിവസം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വഖഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്തുള്ള മുസ്ലിം ലീഗ് ഹർജി ഉച്ചയ്ക്ക് ശേഷം സുപ്രീം കോടതി പരിഗണിക്കും. കപിൽ സിബലാണ് ലീഗിന് വേണ്ടി കോടതിയിൽ ഹാജരാവുക. ബിൽ മൗലികാവകാശങ്ങൾ ലംഘിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. വഖഫ് നിയമത്തിനെതിരെ ശക്തമായ നിയമപോരാട്ടം നടത്തുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. മുൻപത്ത് പരസ്പര ധാരണ ഉണ്ടായാൽ തീരുന്ന വിഷയമാണ്, പരിഹരിക്കാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ. ഇത്ര വിഷയങ്ങൾ ഞങ്ങളൊക്കെ ഒക്കെ മിനിസ്റ്റേഴ്സ് ചെയ്യുന്നില്ലേ? തർക്കം ഉണ്ടെങ്കിൽ രണ്ടു കൂട്ടരും സമ്മതിച്ചാൽ പ്രശ്നം തീരൂലേ? തീരുമാനം മുഖ്യധാരാ മുസ്ലിം സംഘടനകളൊക്കെ വിട്ടുകൊടുത്താണല്ലോ ഗവൺമെന്റിന്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിന് അപ്രോപ്രിയേറ്റ് ടൈമിൽ അങ്ങനെ ഒരു മൂവ് വന്നില്ല, എല്ലാവരും പിടിച്ചുകൂട്ടിയില്ലല്ലോ. ആലപ്പുഴയിൽ 2 കോടി വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിൽ നടൻ ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് വ്യാജവും കെട്ടിച്ചമച്ചതുമാണെന്നാണ് ശ്രീനാഥ് ഭാസിയുടെ വാദം. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നീ ചലച്ചിത്ര താരങ്ങൾക്ക് ഹൈബ്രിഡ് കഞ്ചാവ് നൽകിയിരുന്നുവെന്ന് മുഖ്യപ്രതിയായ തസ്ലിമ സുൽത്താൻ എക്സൈസ് സംഘത്തിന് മൊഴി നൽകിയിരുന്നു.
ഹൈബ്രിഡ് കഞ്ചാവിന്റെ സൗത്ത് ഇന്ത്യൻ ഡീലർമാരിൽ ഒരാളായ തസ്ലീമ സുൽത്താൻ, മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവർ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴ ഓമനപ്പുഴയിലാണ് പിടിയിലാകുന്നത്. ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഫാസി എന്നിവർ തസ്ലീമയുമായി ഓൺലൈൻ മുഖാന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്ന് കണ്ടെത്തി. ഇരുവരുടെയും ചാറ്റുകളടക്കം എക്സൈസിന് ലഭിച്ചു. തുടർ ചോദ്യം ചെയ്യൽ തസ്ലീമ നടന്മാരുമായി ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചതടക്കമുള്ള മൊഴി അന്വേഷണ സംഘത്തിന് നൽകി. ശ്രീനാഥ് ഫാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എക്സൈസ് നോട്ടീസ് നൽകുന്നതിന് മുൻപ് തന്നെ ശ്രീനാഥ് ഫാസി മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു എന്നതാണ് ശ്രദ്ധേയം. കേസ് വ്യാജവും കെട്ടിച്ചമച്ചതാണെന്നുമാണ് ശ്രീനാഥ് ഫാസി കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പ്രതി തസ്ലീമയിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയിട്ടില്ല. അറസ്റ്റ് ചെയ്താൽ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങും. ഏത് ജാമ്യവ്യവസ്ഥയും അംഗീകരിക്കാൻ തയ്യാറാണ്. മുൻകൂർ ജാമ്യം ദുരുപയോഗം ചെയ്യില്ല. തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും നടൻ ജാമ്യാപേക്ഷയിൽ പറയുന്നു. അതേസമയം സിനിമാ മേഖലയിലെ പെൺവാണിഭ സംഘങ്ങളുമായി വരെ ബന്ധപ്പെട്ട് കിടക്കുന്ന കേസിൽ കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് അന്വേഷണ സംഘം. അതിനുശേഷം മാത്രം മതി തസ്ലീമയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകുക എന്ന നിലപാടിലാണ് എക്സൈസ്. ന്യൂസ് 18 ആലപ്പുഴ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് 8ാം പ്രതി കൂടിയായ നടൻ ദിലീപ് നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. കേസിലെ പ്രതിക്ക് എങ്ങനെ CBI അന്വേഷണം ആവശ്യപ്പെടാനാകുമെന്ന് കോടതി ചോദിച്ചു. കേസിലെ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമായാണ് CBI അന്വേഷണ ആവശ്യം ഉയർത്തുന്നതെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ അന്തിമഘട്ടത്തിലാണെന്ന് പ്രോസിക്യൂഷന്റെ വാദം അവസാനിച്ചുവെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് ഹൈക്കോടതി നടപടി. പ്രതിക്ക് എങ്ങനെ CBI അന്വേഷണം ആവശ്യപ്പെടാനാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. പ്രതിയല്ല, ഇത് പ്രോസിക്യൂഷനാണ് ആവശ്യപ്പെടേണ്ടതെന്ന് നേരത്തെയുള്ള വാദത്തിനിടെ പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ പറഞ്ഞിരുന്നു. വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമായാണ് CBI അന്വേഷണ ആവശ്യം ഉയർത്തുന്നതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. പ്രതി ആദ്യമൊന്നും CBI അന്വേഷണത്തിനായി ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ കുറ്റപ്പെടുത്തി. ഈ വാദങ്ങൾ ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. CBI അന്വേഷണ ആവശ്യത്തിലെ അപ്പീൽ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകുകയാണെന്നും പ്രോസിക്യൂഷൻ വാദമുയർത്തിയിരുന്നു. എന്നാൽ സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് CBI അന്വേഷണം അനിവാര്യമാണെന്നായിരുന്നു ദിലീപിന്റെ വാദം. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരത്ത് ലഹരി സംഘത്തിൽ നിന്ന് പിടികൂടിയ തൊണ്ടിമുതലിൽ കൃത്രിമം കാട്ടിയ സംഭവത്തിൽ SIക്കെതിരെ വകുപ്പുതല നടപടിയുണ്ടാകും. സംഭവത്തിന് പിന്നാലെ തിരുവല്ലം സ്റ്റേഷനിലെ SI തോമസ് ഹീറ്റ്സിനെ അടിയന്തരമായി സ്ഥലം മാറ്റിയിരുന്നു. ഹാഷിഷ് ഓയിലിന്റെ കാര്യം മഹസറിൽ രേഖപ്പെടുത്താതെയും കഞ്ചാവിന്റെ അളവ് കുറച്ചു കാണിച്ചുമാണ് കൃത്രിമം നടത്തിയത്. കുപ്രസിദ്ധ ഗുണ്ട പൊക്കം ഷാജഹാനെയും കൂട്ടാളികളെയും പിടികൂടിയ സംഭവത്തിലാണ് പ്രതികൾക്ക് അനുകൂലമായ നീക്കം SI തോമസ് ഹീറ്റ്സ് നടത്തിയത്. തിരുവല്ലം സ്റ്റേഷന്റെ ചുമതലയിൽ നിന്ന് ഒഴിവായ SIയെ ട്രാഫിക്കിലേക്കാണ് മാറ്റി നിയമിച്ചത്. ആദ്യം നേമം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയെങ്കിലും ഉന്നത നിർദ്ദേശത്തെ തുടർന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. SI തോമസ് ഹീറ്റ്സിന്റെ വഴിവിട്ട നീക്കം സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല അന്വേഷണം തുടരുകയാണ്. ഉദ്യോഗസ്ഥനെതിരെ വൈകാതെ നടപടിയെടുക്കും. ആദ്യം തയ്യാറാക്കിയ മഹസറിൽ നിന്ന് ഹാഷിഷ് ഓയിലിന്റെ കാര്യം മറച്ചുവെക്കുകയും പിടികൂടിയ 2 കാറുകളിൽ ഒരെണ്ണത്തിന്റെ വിവരം രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്തു. സംഭവം വിവാദമായതിനു പിന്നാലെ രണ്ടാമതും മഹസർ തയ്യാറാക്കി. ഇതിലും ഹാഷിഷ് ഓയിലിന്റെ കാര്യം ഒഴിവാക്കി. കഞ്ചാവിന്റെ അളവ് കുറച്ചുകാട്ടിയെന്ന കണ്ടെത്തലും ഇതിനിടെയുണ്ടായി. ഡാൻസ് ഓഫ് സംഘമാണ് 4 പ്രതികളെ പിടികൂടി തിരുവല്ലം പോലീസിന് കൈമാറിയത്. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. പ്രതികൾക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നടന്നതെന്നാണ് സൂചന. ലഹരി വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടക്കുമ്പോഴായിരുന്നു തിരുവല്ലം പോലീസിന്റെ അട്ടിമറി നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ സംസ്കാരം നാളെ. മാതാവ് ബിജി പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ കളക്ടർ വിളിച്ച യോഗം തുടരുന്നു. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് കയറങ്കോട് സ്വദേശി അലനും അമ്മ വിജിക്കും നേരെ കാട്ടാന ആക്രമണമുണ്ടായത്. വീട്ടിലേക്ക് പോകും വഴി കണ്ണടം ചോലയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം. അലൻ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. വിജിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതോടെ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധം കനത്തു. വിജിയുടെ ചികിത്സാ ചെലവ് വനം വകുപ്പ് ഏറ്റെടുക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് ബന്ധുക്കളും രംഗത്തെത്തി. തീരുമാനമാകും വരെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്നും ബന്ധുക്കൾ നിലപാടെടുത്തു. ഇതോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി.
മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മുണ്ടൂർ CPM ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ്. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആക്രമണം നടന്നിടത്തേക്ക് മാർച്ച് നടത്തി. RRT ക്യാമ്പിൽ മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്തിയില്ലെന്നും CPM ആരോപിച്ചു. ഇവിടെ 3 ദിവസമായി ആന ഇവിടെ ഉണ്ട്. RRTക്ക് വിവരമുണ്ട്. ഇന്നലെ മഴ പെയ്ത് കറണ്ട് പോയപ്പോഴാണ് ഇതൊന്നും അറിയാത്ത അമ്മയും മകനും സാധനം വാങ്ങി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കണ്ണാടൻചോലയിൽ അവരുടെ വീടിൻ്റെ മുമ്പിൽ 50 മീറ്റർ മുമ്പിൽ വെച്ചിട്ട് പിന്നെ ചവിട്ടി കൂട്ടിയതാണ്. ഇത് ഇന്നലെ നടന്ന സംഭവത്തിൽ സത്യത്തിൽ വനം വകുപ്പിലെ RRTയുടെ ഭാഗത്തുനിന്ന് ഗൗരവതരമായ അനാസ്ഥയുണ്ട്. വനം വകുപ്പിന് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് കോൺഗ്രസ്. 3 മാസക്കാലമായി നാട്ടുകാരുടെ മലയോര മേഖലയിലുള്ള ഫോറസ്റ്റ് അതിർത്തിയിലുള്ള ആളുകളുടെ നിരന്തരമായ പരാതി അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ടതായിരുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചത്. DFO ഓഫീസിലേക്ക് BJPയും മാർച്ച് നടത്തി. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വന്യജീവികളെ തുരത്താനുള്ള നടപടികൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ പുതിയ മാർഗം പരീക്ഷിക്കുമെന്നും മന്ത്രി. പക്ഷേ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും അത് സംഭവിച്ചിരിക്കുകയാണ്. ആ പ്രശ്നം ഗൗരവത്തിൽ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി സ്വീകരിക്കുന്നതിന് ഗവൺമെന്റിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതേസമയം വനംവകുപ്പിന് പരിമിതികൾ ഉണ്ടെന്നും മറ്റു മാർഗങ്ങൾ കൂടി തേടണമെന്നും MLA A പ്രഭാകരൻ പ്രതികരിച്ചു. കൊല്ലപ്പെട്ട ആലന്റെ സംസ്കാരം നാളെ നടക്കും. ന്യൂസ് 18 പാലക്കാട്. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വിദഗ്ധ ചികിത്സ നിഷേധിച്ച് വീട്ടിൽ പ്രസവിക്കേണ്ടി വന്നതിനെ തുടർന്ന് മരിച്ച യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ആധുനിക ചികിത്സ ഒഴിവാക്കി പ്രസവം വീട്ടിലാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘങ്ങളെക്കുറിച്ചും ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും കേസിൽ തുടർ നടപടികളെന്ന് പെരുമ്പാവൂർ പോലീസ് അറിയിച്ചു. ചികിത്സ നിഷേധിക്കപ്പെട്ട് മരിച്ച യുവതി അസ്മയുടെ വീട്ടുകാരുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അസ്മയുടെ ഭർത്താവും മതപ്രഭാഷകനുമായ സിറാജുദ്ദീനെതിരായ പരാതിയിൽ അസ്മയുടെ മാതൃ സഹോദരന്റെയും വീട്ടുകാരുടെയും മൊഴിയെടുത്തു. മരണം നടന്ന മലപ്പുറം ചട്ടിപ്പറമ്പിലേക്ക് കേസ് മാറ്റുന്നതും പരിഗണനയിലാണ്. അസ്മയുടെ കുഞ്ഞ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രസവം വീട്ടിലാക്കുകയും വിദഗ്ധ ചികിത്സ നിഷേധിച്ച് അക്യുപങ്ചർ ചികിത്സാ രീതിയിൽ തുടരുകയും ചെയ്തതാണ് അസ്മയുടെ മരണകാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അമിത രക്തസ്രാവം ഉണ്ടായിട്ടും അസ്മയെ ആശുപത്രിയിലെത്തിക്കാൻ ഭർത്താവ് സിറാജുദ്ദീൻ തയ്യാറായില്ല. നവജാത ശിശുവിനും ചികിത്സ നൽകിയില്ല. സിറാജുദ്ദീൻ അക്യുപങ്ചർ ചികിത്സയാണ് നൽകിയതെന്നും അസ്മയുടെ വീട്ടുകാർ നൽകിയ പരാതിയിൽ പറയുന്നു. ആലപ്പുഴ സ്വദേശിയായ സിറാജുദ്ദീനും ഭാര്യ അസ്മയും മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കാണ് അസ്മ പ്രസവിച്ചത്. അന്ന് തന്നെ രാത്രി 9 മണിയോടെ അസ്മ മരിച്ചെന്ന് സിറാജുദ്ദീൻ സഹോദരി ഭർത്താവിനെ അറിയിച്ചതായി പറയുന്നു. എന്നാൽ മരണവിവരം അസ്മയുടെ വീട്ടുകാരെ അറിയിച്ചില്ല. ആംബുലൻസിൽ അസ്മയുടെ മൃതദേഹവും കുഞ്ഞുമായി സിറാജുദ്ദീൻ പെരുമ്പാവൂരിലുള്ള അസ്മയുടെ വീട്ടിലെത്തിയപ്പോഴാണ് മരണവിവരം വീട്ടുകാർ അറിയുന്നത്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം ചട്ടിപ്പറമ്പിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. ആലപ്പുഴ സ്വദേശിയായ സിറാജുദ്ദീനും പെരുമ്പാവൂർ സ്വദേശിനിയായ അസ്മയും മലപ്പുറത്ത് ഈസ്റ്റ് കോഡൂരിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. പ്രദേശവാസികളുമായും അയൽവാസികളുമായും ഒരു തരത്തിലും ബന്ധം സൂക്ഷിക്കാതിരുന്ന ഇവരെക്കുറിച്ച് ആർക്കും അധികം അറിയുകയുമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് അവർ താമസിച്ചിരുന്ന ആ വീട്ടിലാണ്. ഈ സിറാജുദ്ദീൻ 1.5 വർഷം മുൻപാണ് ഏകദേശം ഇവിടെ താമസിക്കാനായി എത്തിയത്. ഈ പ്രദേശത്ത് നിന്നുള്ള സൈനുദ്ദീൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെടുകയും സൈനുദ്ദീനാണ് സിറാജുദ്ദീന് ഈ ഒരു വീട് നൽകുന്നത്. പക്ഷേ ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ആർക്കും അറിയുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. അവരുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതല്ലാതെ മറ്റൊരു തരത്തിൽ അയൽവാസികളുമായോ പ്രദേശവാസികളുമായോ ഒരു തരത്തിലും ഇവർ ബന്ധപ്പെട്ടിരുന്നില്ല എന്നതാണ് സൈനുദ്ദീൻ പറയുന്നത്. ബൈ ചാൻസിൽ നമ്മളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വീടുകൾ ഏതെങ്കിലും വാടകയ്ക്ക് കൊടുക്കാനുണ്ടോ എന്ന് അങ്ങനെ ചോദിച്ച് വന്നപ്പോൾ നമ്മൾ ഈ വീടെടുത്ത സമയത്ത് മൂപ്പർക്ക് അങ്ങനെ മാസത്തിൽ ഇപ്പോൾ റെൻറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് മൂപ്പര് വന്ന് കണ്ട് മൂപ്പര് ഓക്കെ ആയി. പിന്നെ മൂപ്പര് ഓക്കെ ആണ് കാരണം മൂപ്പർക്ക് കൊടുത്തു. പിന്നെ മാസം കറക്റ്റ് നമുക്ക് പേയ്മെൻറ്റ് നമുക്ക് അക്കൗണ്ട് കെട്ടില്ല, ഗൂഗിൾ പേ പൈസ തരില്ല. ജോലി മൂപ്പര് കാസർഗോഡ് ഭാഗത്ത് ഏതോ പള്ളിയിലാണ്. പിന്നെ ഈ പ്രസംഗവേദിയിലൊക്കെ പോവും. അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടിയത്. പിന്നെ മൂപ്പർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, മടവൂർ കാഫില എന്ന് പറഞ്ഞാണ്ട്. അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമ്മൾക്കുള്ളൂ. മൂപ്പര് വാപ്പണെന്ന് പറഞ്ഞ ഒരു പ്രായമായ ആൾ ഇവിടെ ഉണ്ടാകലുണ്ട്. പിന്നെ ഉമ്മ ഉണ്ടാകലുണ്ട്.
പിന്നെ ഉള്ളിൽ മെയിൻ്റനൻസ് വർക്ക് ഒരു ദിവസം ടാപ്പ് ലീക്കാണ് എന്തോ പറഞ്ഞിട്ട് ഞാൻ ഒരു ലാബറേറ്റ് ഇവിടെ വന്ന സമയത്ത് മൂപ്പരെ കണ്ട്. അപ്പോൾ മൂപ്പരെ വൈഫിനും കുട്ടികൾ 1-2 കുട്ടികളപ്പോൾ ആ സമയത്ത് വീട്ടിലുണ്ട്. കുറച്ച് മുമ്പ് ഇതേമാതിരി ടാപ്പ് എന്തോ ലീക്കായ സമയത്ത് എന്നോട് ഇങ്ങനെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്നൊന്ന് ശരിയാക്കി തരുമെന്ന് ഒരു പ്രാവശ്യം കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആശാ വർക്കർമാർ വന്നു, അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ, അതിലൊക്കെ ഇല്ലയെന്നാണ് കൊടുത്തേക്കണെന്നൊക്കെ. പിന്നെ നമ്മളെ വാർഡ് മെമ്പർ സാധിക്കാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്നുള്ളത് പിന്നീട് എന്നോട് പറയണത്. അവിടെ വന്നു നോക്കി അപ്പോൾ ഇവിടെ ആരുമില്ല. അതിൽ ഞാൻ മൂപ്പരെ വിളിച്ചു, 2-3 തവണ വിളിച്ചിരുന്നു. മൂപ്പര് ഫോൺ അറ്റൻഡ് ചെയ്യണില്ല. അതിന് ശേഷമാണ് പെരുമ്പാവൂർ സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുന്നത്. ഇവർ ഗർഭിണിയാണ് എന്ന വിവരം ആശമാർ അന്വേഷിച്ചപ്പോൾ ഇവർ പറഞ്ഞിരുന്നില്ല എന്ന കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശമാർ 2 തവണ ഇവിടെ വന്നിരുന്നു, പക്ഷേ വീടിനുള്ളിലേക്ക് അവരെ പ്രവേശിപ്പിച്ചിരുന്നില്ല. കാസർഗോഡ് ഒരു പള്ളിയിലാണ് ജോലി എന്ന് പറഞ്ഞുകൊണ്ടാണ് മലപ്പുറത്ത് ഈ വീടെടുത്തിരിക്കുന്നത്. പലപ്പോഴും കോഴിക്കോടും മലപ്പുറം ഭാഗങ്ങളിലായിരിക്കും തനിക്ക് ജോലി, അതുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത് എന്ന വിവരമാണ് ഈ പ്രദേശവാസികളുമായി അല്ലെങ്കിൽ വീട് വാടകയ്ക്കെടുത്തപ്പോൾ പറഞ്ഞ കാര്യം. മലപ്പുറം പോലീസിൻ്റെ പ്രാരംഭ അന്വേഷണ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അഖിലോട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ആശാ വർക്കർമാരുടെ അനിശ്ചിതകാല സമരത്തെ തള്ളിപ്പറഞ്ഞ INTUC സംസ്ഥാന അധ്യക്ഷന് താക്കീതുമായി KPCC. കോൺഗ്രസ് പരസ്യ പിന്തുണ നൽകിയ സമരത്തെ തള്ളിപ്പറഞ്ഞത് പാർട്ടി വിരുദ്ധ നടപടി എന്നാണ് വിമർശനം. അതേസമയം R ചന്ദ്രശേഖരനെ തള്ളി K മുരളീധരനും രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. ആശമാരുടെ അനിശ്ചിതകാല സമരത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞ INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരന്റെ നിലപാടിനെതിരെ തിരുവനന്തപുരം DCC KPCC നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. അതിനിടെ സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികളുമായി ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ അനുനയ ചർച്ചയിൽ CITU പോലും സ്വീകരിക്കാത്ത നിലപാടാണ് INTUC സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന വിമർശനവുമായി സമരസമിതി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലപാടിൽ വിട്ടുവീഴ്ച വരുത്തണമെന്നുള്ള KPCC നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. ചന്ദ്രശേഖരന് താക്കീത് നൽകിക്കൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് ഔദ്യോഗികമായി കത്ത് നൽകി. കോൺഗ്രസ് ഒരു തീരുമാനമെടുത്താൽ അതിനു മേലെ പറയാൻ ഒരു പോഷക സംഘടനകൾക്കും അധികാരമില്ലെന്ന് സെക്രട്ടേറിയറ്റ് നടയിലെ സമരവേദിയിലെത്തിയ K മുരളീധരൻ പ്രതികരിച്ചു. കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അതിന്റെ മേലെ പറയാനുള്ള അധികാരം ഒരു പോഷക സംഘടനകൾക്കും ഇല്ല. ചന്ദ്രശേഖരനെതിരെ പാർട്ടി സ്വീകരിച്ച നിലപാടിൽ തെറ്റൊന്നുമില്ലെന്നും പാർട്ടിക്ക് ഒരു അഭിപ്രായവും സംഘടനയ്ക്ക് മറ്റൊരു അഭിപ്രായവും എന്നത് അംഗീകരിക്കാനാവില്ലെന്നും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. അത് പാർട്ടി എടുത്തത് താക്കീത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റൊന്നുമില്ല. പാർട്ടിയുടെ നിലപാടിനോടൊപ്പം INTUC നിൽക്കേണ്ടതാണ്. അതേസമയം ആശാ വർക്കർമാരുടെ അനിശ്ചിതകാല നിരാഹാര സമരം 57ാം ദിവസത്തിലേക്ക് കടന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാല സമരം തുടരുന്ന ആശാ വർക്കർമാരുടെ പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും. വൈകുന്നേരം മന്ത്രിയുടെ ചേംബറിൽ വെച്ചാകും ചർച്ച. കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുനയ ചർച്ച. അതേസമയം സെക്രട്ടേറിയറ്റ് നടയിലെ അനിശ്ചിതകാല സമരം 57 ദിവസത്തിലേക്ക് കടന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരുക്കങ്ങളിലേക്ക് കടന്ന് കോൺഗ്രസ്. മണ്ഡലം തലത്തിലുള്ള നേതൃയോഗം ചേരുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് എപ്പോൾ പ്രഖ്യാപിച്ചാലും UDF സജ്ജമാണെന്ന് DCC അധ്യക്ഷൻ VS ജോയി പ്രതികരിച്ചു. ആര് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാലും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്തും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. UDF താരതമ്യേന 1-2 പേരൊക്കെ ഉയർന്നു നിൽക്കുന്നുള്ളൂ. പക്ഷേ CPM അരഡസന ആളുകളുടെ പേര് ഇപ്പോൾ സ്ഥാനാർത്ഥി മോഹികളായിട്ടുള്ള സ്ഥാനാർത്ഥി ചർച്ചയിൽ ഇടം പിടിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരിൽ പലരും ആ കളം വിട്ട് ശ്രീ PV അൻവറിൻ്റെ പിറകെ ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അഭിപ്രായ വ്യത്യാസം വലിയ പ്രയാസം ഉണ്ടാക്കാൻ പോകുന്ന ഇടതുപക്ഷത്താണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഹൈക്കമാൻഡ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ ഒറ്റക്കെട്ടായി ഐക്യജനാധിപത്യ മുന്നണി എല്ലാവരും ഒരു മനസ്സോടുകൂടി ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ അണിനിരക്കും. PV അൻവർ ഐക്യജനാധിപത്യ മുന്നണിയുടെ പക്ഷത്തേക്ക് വരുന്നതോടുകൂടി യാതൊരു സംശയവും വേണ്ട, ഒരു നല്ല ഭൂരിപക്ഷത്തിന് നമുക്ക് ഒന്ന് UDFൻ്റെ ഒരു മണ്ഡലമാണ്, പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടതാണ്. ഈ PV അൻവർ കൂടി വരുന്നതോടുകൂടി ഒരു നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കാവുന്ന ഒരു അന്തരീക്ഷം നിലമ്പൂരിലുണ്ട്. PV അൻവർ ഉൾപ്പെട്ട തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയുടെ ഭാഗമാക്കാതെ പുറത്തുനിന്ന് പിന്തുണ ഉറപ്പാക്കാനുള്ള രാഷ്ട്രീയ നീക്കവുമായി UDF. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉടൻ ഉണ്ടായേക്കുമെന്ന സൂചനകൾക്കിടെയാണ് അൻവറിന്റെ മുന്നണി പ്രവേശന കാര്യത്തിലെ അനിശ്ചിതത്വം നീക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തൃണമൂൽ കോൺഗ്രസ് രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഒരു മുന്നണിയുടെയും ഭാഗമാകാത്തതാണ് PV അൻവറിന്റെയും UDF പ്രവേശനത്തിന് വെല്ലുവിളിയാകുന്നത്. വലത് മുന്നണിയുടെ ഭാഗമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ കത്ത് നൽകിയെങ്കിലും UDF ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നില്ല.
ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ അൻവറിനെ ഉടൻ മുന്നണിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. അതേസമയം കോൺഗ്രസ്, തൃണമൂൽ, ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഒരേപോലെ അനുകൂല തീരുമാനമെടുക്കേണ്ട സാഹചര്യം ഉണ്ടായതോടെയാണ് മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വഴിമുട്ടിയത്. അതേസമയം നിലമ്പൂർ മണ്ഡലത്തിൽ ഏറെ സ്വാധീനമുള്ള അൻവറിന്റെയും അദ്ദേഹം ഉൾപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെയും പിന്തുണ മുന്നണിക്ക് പുറത്തുനിന്ന് ഉറപ്പാക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം സജീവമാക്കിയിരിക്കുന്നത്. കെ രമ MLAയും RMP പാർട്ടിയും UDFന് പുറത്തുനിന്ന് പിന്തുണ നൽകുന്നതിന് സമാനമായി അൻവറിനെയും മുന്നണിക്കൊപ്പം ചേർത്ത് നിർത്താനുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. അതേസമയം നിലമ്പൂരിലെ UDFന്റെ സാധ്യതാ പട്ടികയിലുള്ള DCC അധ്യക്ഷൻ കൂടിയായ VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് മണ്ഡലത്തിലെ മരണവീടുകളിലും വിവാഹവേദികളിലും ഒരേപോലെ സന്ദർശനം നടത്തുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കും പ്രാദേശിക നേതാക്കൾക്കുമിടയിൽ ആശയക്കുഴപ്പം തീർക്കുന്നതായാണ് KPCC നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇരു നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ നേതൃത്വം ഇടപെടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. അൻവറിന്റെ പിന്തുണ കൂടി ഉറപ്പാക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയമാകും നിലമ്പൂരിൽ UDF നടത്തുകയെന്നാണ് വിവരം. അതേസമയം വയനാട് MP കൂടിയായ പ്രിയങ്ക ഗാന്ധിയുടെ അഭിപ്രായവും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ നിർണായകമാകുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം. P. ജയരാജനെ പുകഴ്ത്തി കണ്ണൂരിൽ ഫ്ലക്സ് ബോർഡുകൾ. തൂണിലും തുരുമ്പിലും ദൈവമെന്ന പോലെ മണ്ണിലും ജനമനസ്സിലും എന്നെന്നും നിറഞ്ഞുനിൽക്കും ഈ സഖാവ് എന്നാണ് ഫ്ലക്സിലെ വാചകം. CPM ശക്തി കേന്ദ്രങ്ങളായ കാക്കോത്ത്, RV, മെട്ട ഭാഗങ്ങളിലാണ് ഫ്ലക്സ്. സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതിരുന്ന P. ജയരാജനെ കേന്ദ്ര കമ്മിറ്റിയിലേക്കും പരിഗണിച്ചിരുന്നില്ല. ഇതിനിടെയാണ് വീണ്ടും ജയരാജനായി ഫ്ലക്സ് ഉയർന്നത്. മാസപ്പടി കേസിൽ തുടർ നടപടികൾ നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിൽ SFIOയ്ക്ക് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കുറ്റപത്രം നൽകിയ സാഹചര്യത്തിൽ തുടർ നടപടി നിർത്തിവെക്കണമെന്നും എങ്ങനെയെന്നാണ് കോടതി ആരാഞ്ഞത്. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. CMRLന് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ ഹാജരായി. തമിഴ്നാട് മന്ത്രിയും DMK നേതാവുമായ KN നെഹ്റുവുമായും മകൻ MP-യുമായ അരുൺ നെഹ്റുവുമായും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ED റെയ്ഡ്. മന്ത്രി നെഹ്റുവിൻ്റെ തിരുച്ചിറപ്പള്ളിയിലെ വീടുൾപ്പെടെ കുടുംബവുമായി ബന്ധപ്പെട്ട 13 സ്ഥലങ്ങളിലാണ് ഒരേ സമയം ED റെയ്ഡ് നടന്നത്. ട്രൂഡം EPC ലിമിറ്റഡിനെതിരെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നൽകിയ പരാതിയിലാണ് റെയ്ഡ് എന്നതാണ് EDയുടെ വിശദീകരണം. മന്ത്രി നെഹ്റുവിൻ്റെ സഹോദരൻ N. രവിചന്ദ്രൻ ട്രൂഡം EPC ലിമിറ്റഡിൻ്റെ ഡയറക്ടറാണ്. വെള്ളാപ്പള്ളി നരേശന്റെ മലപ്പുറം പരാമർശത്തിനെതിരെ സമസ്ത. മലപ്പുറത്തെക്കുറിച്ചുള്ള വിദ്വേഷ പരാമർശങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ ആർക്കും നിർഭയമായി എപ്പോഴും സഞ്ചരിക്കാം. മലപ്പുറത്ത് വന്ന് ജനങ്ങളുമായി സംവദിക്കാത്തവരാണ് ജില്ലയെ മോശമായി ചിത്രീകരിക്കുന്നതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു. കൊല്ലത്ത് ക്ഷേത്രോത്സവത്തിനിടെ ഗാനമേളയിൽ RSS ഗണഗീതം പാടിയതിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മഞ്ഞിപ്പുഴ ശ്രീഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്ന ഗാനമേളയാണ് വിവാദമായത്. സംഭവത്തിൽ ദേവസ്വം ബോർഡ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. കടയ്ക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ വിപ്ലവഗാനം പാടിയതിനെ ചൊല്ലിയുള്ള വിവാദത്തിന്റെ ചൂടാറും മുൻപാണ് കൊല്ലത്തെ തന്നെ മഞ്ഞിപ്പുഴ ശ്രീഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിൽ RSS ഗണഗീതം ആലപിച്ചത്. കൂട്ടുകലിലെ ടീം ഛത്രപതി എന്ന സംഘമാണ് മഞ്ഞിപ്പുഴ ശ്രീഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഗാനമേള സ്പോൺസർ ചെയ്തത്. പരിപാടി അവതരിപ്പിച്ചത് നാഗർകോവിൽ ബേർഡ്സ് ഗാനമേള സംഘവും. കമ്മിറ്റിക്കാർ ഗണഗീതം പാടണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നുവെന്നാണ് ഗാനമേള സംഘം പറയുന്നത്. മഞ്ഞിപ്പുഴ ദേവസ്വം ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റും ഇട്ടിവയിലെ CPM നേതാവുമായ അഖിൽ ശശിയാണ് കടയ്ക്കൽ പോലീസിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഗണഗീതം ആലപിച്ചതിനെതിരെ പരാതി നൽകിയത്. എന്നാൽ പരാതി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും ദേശഭക്തി ഗാനമാണ് പാടിയതെന്നുമാണ് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റിന്റെ വാദം. ഗാനമേള സംബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് പാടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നടത്തിയ ടീം ഛത്രപതി എന്നുള്ളൊരു ടീമാണ് ഇത് ഗാനമേളയോട് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആവശ്യപ്രകാരമാണ് ദേശഭക്തി ഗാനമാണ് പാടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗാനമേള ചെയിൻ സോങ് പാടിയ സമയത്ത് ക്രിസ്ത്യൻ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്, മുസ്ലിംസിൻ്റെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സമുദായപരമായിട്ടുള്ള ഗാനങ്ങളും പാടിയിട്ടുണ്ട്. ഇത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പകവീട്ടിലാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
കൂടാതെ ക്ഷേത്ര പരിസരത്ത് RSSന്റെ കൊടിതോരണങ്ങൾ കെട്ടിയതിനെതിരെ കോട്ടുക്കൽ സ്വദേശി പ്രദിനും പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ പോലീസ് ക്ഷേത്ര ഉപദേശക സമിതിക്ക് നോട്ടീസ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഗണഗീതം ആലപിച്ച പരാതിയും ഉയർന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച തീരുവ കൂട്ടലിന്റെ പ്രത്യാഘാതം ഇന്ത്യൻ ഓഹരി വിപണിയിലും. സെൻസെക്സ് 3200 പോയിന്റ് ഇടിഞ്ഞു. നിക്ഷേപകർക്ക് ഇതുവരെ 20 ലക്ഷം കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായി. നിഫ്റ്റി 1000 പോയിന്റിലധികം ഇടിഞ്ഞു. വിപണികൾ കഴിഞ്ഞ 9 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. US ഫ്യൂച്ചേഴ്സ് നേരിട്ട കനത്ത നഷ്ടമാണ് ഇന്ത്യൻ ഓഹരി വിപണിയെയും പിടിച്ചുലച്ചത്. US, ജാപ്പനീസ്, യൂറോപ്യൻ ഓഹരി വിപണികളുടെ തകർച്ചയുടെ ആഘാതവും ഇന്ത്യൻ ഓഹരി വിപണിയെ ബാധിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കപ്പോരിനെ മറികടക്കാൻ സ്മാർട്ട് ഫോൺ കമ്പനി ആപ്പിളിന്റെ സ്മാർട്ട് നീക്കം. അധിക ചുങ്കം പ്രാബല്യത്തിൽ വന്ന ഏപ്രിൽ 5 മുൻപായി തിരക്ക് പിടിച്ച് ആപ്പിൾ ചെയ്തത് എന്താണെന്ന് നോക്കാം. ട്രംപ് പ്രഖ്യാപിച്ച 10% അധിക പകരച്ചുങ്കം പ്രാബല്യത്തിലായത് ഏപ്രിൽ 5-നാണ്. 10% അധിക ചുങ്കം നൽകേണ്ടി വന്നാൽ ആപ്പിൾ ഫോണിന് വില കൂട്ടേണ്ടി വരും. വില കൂട്ടിയാൽ വിൽപ്പനയെ ബാധിക്കും. ഇത് മറികടക്കാൻ ആപ്പിൾ സ്മാർട്ട് ഫോൺ സ്മാർട്ടായ വഴി തന്നെ കണ്ടെത്തി. അടുത്ത 4 മാസത്തേക്ക് അമേരിക്കയിൽ വിൽക്കാൻ സാധ്യതയുള്ള അത്രയും ഫോണുകൾ ഏപ്രിൽ 5 മുമ്പ് അമേരിക്കയിൽ എത്തിച്ചു. 5 വിമാനങ്ങൾ നിറയെ ആപ്പിൾ ഫോണുകളാണ് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമായി അമേരിക്കയിൽ എത്തിച്ചത്. 3 ദിവസങ്ങളായാണ് ഇത്രയധികം ഫോണുകൾ അവിടെ എത്തിച്ചത്. ലോക ഓഹരി വിപണിയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന പകരച്ചുങ്കപ്പോരിന് 3-4 മാസത്തിനുള്ളിൽ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. അതുവരെ പിടിച്ചു നിൽക്കാനുള്ള സ്മാർട്ട് വഴിയാണ് ആപ്പിൾ കമ്പനി തേടിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കുട്ടി ക്രിക്കറ്റ് പൂരം തുടരുന്നു. IPL ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ആണ് മത്സരം. പരിക്കിൽ നിന്ന് മുക്തനായ ജസ്പ്രീത് ബുംറ ടീമിലെത്തിയേക്കും. 4 മത്സരങ്ങളിൽ നിന്ന് 1 ജയം മാത്രം സ്വന്തമുള്ള മുംബൈ നിലവിൽ 8-ാം സ്ഥാനത്താണ്. 2 ജയത്തോടെ ബാംഗ്ലൂർ 3-ാം സ്ഥാനത്തും നിൽക്കുന്നു. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി നാട്ടുവർത്തമാനം കാണാം.